ഹായ് ഹലോ കോവയ്ക്ക ഇതുപോലെ ഒരൊറ്റ തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും അത് ഞാൻ ഗ്യാരണ്ടി കേട്ടോ. അപ്പോൾ അതിനാദ്യം തന്നെ വേണ്ടത് കോവയ്ക്ക ഇങ്ങനത്തെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഞാൻ പറഞ്ഞ ഗ്യാരണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിൽ തന്നെ അരിയണം കേട്ടോ. ഇത് മെയിൻ ഘടകമാണ് ഈ നീളത്തിൽ അരിയൽ. വട്ടത്തിലരിഞ്ഞാൽ ആ ഫ്ലേവർ കിട്ടില്ല. പിന്നെ അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞിടുക, 2 പച്ചമുളക്, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അടുപ്പയിൽ ചെറിയ തീയിൽ മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ തീ തന്നെ ആവിക്ക് ചെറുതായിട്ട് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കുക. ശേഷം കുറച്ച് തേങ്ങ, മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, കുറച്ച് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇതുപോലെ വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതേ ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ചെയ്യുക. വെറുതെ വേണ്ട, ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തതിന് ശേഷം മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. സോ ഇറ്റ്സ് മീ സജ്ന, സീ യു നെക്സ്റ്റ് ടൈം. ഹായ് ഹലോ കോവയ്ക്ക ഇതുപോലെ ഒരൊറ്റ തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും അത് ഞാൻ ഗ്യാരണ്ടി കേട്ടോ. അപ്പോൾ അതിനാദ്യം തന്നെ വേണ്ടത് കോവയ്ക്ക ഇങ്ങനത്തെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഞാൻ പറഞ്ഞ ഗ്യാരണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിൽ തന്നെ അരിയണം കേട്ടോ. ഇത് മെയിൻ ഘടകമാണ് ഈ നീളത്തിൽ അരിയൽ. വട്ടത്തിലരിഞ്ഞാൽ ആ ഫ്ലേവർ കിട്ടില്ല. പിന്നെ അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞിടുക, 2 പച്ചമുളക്, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അടുപ്പയിൽ ചെറിയ തീയിൽ മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ തീ തന്നെ ആവിക്ക് ചെറുതായിട്ട് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കുക. ശേഷം കുറച്ച് തേങ്ങ, മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, കുറച്ച് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇതുപോലെ വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതേ ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ചെയ്യുക. വെറുതെ വേണ്ട, ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തതിന് ശേഷം മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. സോ ഇറ്റ്സ് മീ സജ്ന, സീ യു നെക്സ്റ്റ് ടൈം.